ശശാറിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ച് പോകേണ്ടുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട്. അതായത് അഭിനയിച്ചിട്ടുണ്ടോ അധികം എന്ന് ഞാൻ ഒരെണ്ണം പറയാൻ വരാം. അതായത് ഈ ഗായത്രിയിൽ അഭിനയിക്കുമ്പോ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന് പറയുന്ന നാടോടിക്കാറ്റിലെ സീനുണ്ടല്ലോ, അതിൽ നോക്കിയാല് കൊല നടത്തിയ ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകാൻ മാത്രം വിഡ്ഢിയാണ് ഘാതകൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ സോമേട്ടൻ പറയുമ്പോഴും ആ നോക്കിതിപ്പ് നമുക്ക് ആ ഫ്രെയിമിൽ കാണാം. ഇങ്ങനെ ശശിയേട്ടൻ സഹോദരര് സോമ റിഹേഴ്സൽ വേണോ? നോ സാർ, വി ഷാൽ ഗോ ഫോർ എ ടേക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നിടത്ത് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോ ഈ നമ്മൾ ഈ ശശാറിന്റെ ഒരു വലിപ്പത്തിൽ മാത്രം, അതായത് ശശാർ എന്ന് പറയുന്ന ഒരാള് എത്രമാത്രം വലുതാണ് എന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്നൊരു ഡയറക്ടർ ഒരു പടം ഇറങ്ങിയാൽ അതിന്റെ പ്രൊമോഷന്റെ ഇന്റർവ്യൂകളിലും വിഷ്വൽ മീഡിയയിലും ഉണ്ട്. അന്ന് പോസ്റ്ററിലെ പേരിനപ്പുറം കൂടിപ്പോയൊരു സിനിമ മാസികയിലെ ചിത്രത്തിലപ്പുറം ഒരു ഡയറക്ടറുടെ മുഖം സാധാരണക്കാരന് അറിയില്ല. പക്ഷെ ശശി സാറിന്റെ ഒരു വലിപ്പം പൊതുജനത്തിന് അറിയാവുന്നതുകൊണ്ട് മാത്രം ചിരിച്ചൊരു വിറ്റാണ് ഈ ശ്രീനിയേട്ടൻ വന്നിട്ട് സാർ ഒരു ചാൻസിന്റെ കാര്യം അങ്ങോട്ട് മാറിക്ക് എന്ന് പറഞ്ഞപ്പം ശ്രീനിയേട്ടൻ ആ ഡയറക്ടർ എന്നുള്ള കസേരയിൽ ഇരിക്കും. അപ്പൊ ശശിയേട്ടൻ ഒരു നോട്ടം നോക്കുന്നുണ്ട്, ഇത് ആരുടെ ഇവിടെ കയറി ഇരുന്നേന്നുള്ളതേ. അത് ഈ ശശിസാറിന്റെ വലിപ്പം നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ ഇരിപ്പിൽ നമുക്കൊരു ചിരി വരുന്നതെന്നുള്ളതാണ്. ബാബേട്ട വന്നതിൽ വളരെ 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 സന്തോഷം. ഈ ഓർമ്മയിൽ നിന്നും IV ശശി എന്ന പരമ്പരയിലേക്ക് താങ്ക് യു വെരി മച്ച്. ശശിസാറിനെ കുറിച്ചുള്ള എപ്പിസോഡ് പറയുമ്പോൾ നമ്മൾ 70കളുടെ അവസാനം തൊട്ട് ഒരുപാട് ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഓർമ്മയിൽ നിന്നും IV ശശി എന്ന ലക്കത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ ഒരുപക്ഷെ രണ്ടാം ഭാഗവും ഒന്നാം ഭാഗവും എല്ലാം ഒരുപോലെ സൂപ്പർ ഹിറ്റായ ദേവാസുരം എന്ന ചിത്രം, സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം എന്ന ചിത്രം, ഈ രണ്ട് ചിത്രങ്ങളുടെയും നിർമ്മാതാവ് എന്നതിനപ്പുറം IV ശശി എന്ന തുല്യനായ സംവിധായകനുമായി വലിയ ചെങ്ങാത്തം കാത്തു സൂക്ഷിച്ച ഒരാൾ കൂടിയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിർമ്മാതാവ് PBK മേനോൻ സാർ. മേനോ സാർ നമസ്കാരം. ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല വ്യവസായങ്ങളിലും സിനിമയും വ്യവസായമാണ്. മുതലാളി അല്ലെങ്കിൽ മാനേജർ, ഉടമസ്ഥൻ എന്നൊക്കെ പേര് പറയാറുണ്ടെങ്കിലും സിനിമയിലാണ് അതിൽ പൈസ മുടക്കുന്ന ഒരാളെ നിർമ്മാതാവ് എന്ന പേരിട്ട് വിളിക്കുന്നത്. കാരണം നിർമ്മാതാവിന് ഇതിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡിലും കൂടെ വലിയ പങ്കുള്ളത് കൊണ്ടാണ്. ബാക്കി ഇപ്പോഴൊക്കെ സിനിമകളിൽ, വർത്തമാനകാല സിനിമയിൽ പലപ്പോഴും ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട്. പണ്ട് ഫിനാൻസർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇൻവെസ്റ്റർ ഉണ്ട്. അവരിതിൽ ഇടപെടില്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാറിയേക്കും. പക്ഷേ സാർ ഉൾപ്പെടുന്ന ഒരു തലമുറ വരെയുള്ള നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് സിനിമയുടെ ക്രിയേറ്റീവ് സൈഡിൽ വലിയ ഇൻവോൾവ്മെന്റ് ഉള്ള, അവിടെ സംസാരിക്കാൻ വോയിസ് ഉള്ള, അതിലെ ഇടപെടാൻ അധികാരമുള്ള ഒരു സെറ്റ് ഓഫ് നിർമ്മാതാക്കളുള്ള ഒരാളാണ്. ദേവാസുരം എന്ന് പറയുന്ന ഒരു ചിത്രം, ദേവാസുരം എന്ന് പറയുന്നത് അന്ന് താരതമ്യേന വളരെ കുറച്ച് പടങ്ങൾ എഴുതിയ ഒരാളാണ് രഞ്ജിത്ത് സാറ്. ശശി സാർ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാണ്. ആ ചിത്രത്തിന്റെ ഒരു വരവും അതിലേക്കുള്ള സാറിന്റെ വരവും ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് ദേവാസുരം എന്നുള്ള പടം തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അതിന് മുമ്പത്തെ ഒരു ചെറിയ കഥ ഇത് പറയേണ്ടി വരും. പറയൂ. ഞാൻ കള്ളനും പോലീസും എന്ന് പറഞ്ഞൊരു പടം IV ശശി എനിക്ക് വേണ്ടി ചെയ്തു. ശ്രീകുമാരൻ തമ്പി സാറാണ് അത്. അതിൻ്റെ സ്ക്രിപ്റ്റ് പടം നല്ലതാണ്. പക്ഷേ അത് അന്ന് IV ശശി ചെയ്യേണ്ട പടമല്ല. കാരണം IV ശശി ഹൈ പീക്കിലിരിക്കുന്ന ഒരാളാണ്. IV ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ ചെന്നാൽ നിങ്ങൾക്കറിയാം, എല്ലാം നിശബ്ദമായിരിക്കും. സംവിധാനം IV ശശി എന്ന് കണ്ടാൽ ഒന്നും അടക്കം കയ്യടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് കള്ളനും പോലീസിനെ പോലുള്ള ഒരു പടം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ചെറുകട വേറൊരു ഡയറക്ടർ ചെയ്യേണ്ടതാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം, ഞങ്ങളിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്, 77 തൊട്ട്. അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ മഹാറാണിയിൽ, ശരിക്കും പറഞ്ഞാൽ 205-ാമത്തെ റൂമിൽ, അപ്പം അത് കഴിഞ്ഞ് വന്ന് അവിടുന്ന് ആഹാരം കഴിച്ച് ഞങ്ങൾ 205-ാമത്തെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ സ്വതവേ ഊണ് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് അല്പം മയങ്ങും.
ആ സമയത്താണ് രഞ്ജിത്തും അഗസ്റ്റിൻ എന്ന് പറയുന്നത് അവിടെ റൂമിൽ വരുന്നത്. ഞാൻ പിന്നീട് അറിഞ്ഞു ഗിരീഷ് പുത്തഞ്ചേരി താഴെ ഉണ്ടായിരുന്നു. വന്നിട്ട് രഞ്ജിത്ത് പറഞ്ഞു, ശശിയേട്ടൻ ഞാനൊരു കഥ പറയാം, നമുക്ക് നല്ലതാണെങ്കിൽ മുരളി വെച്ച് ചെയ്യാം, ആക്ടർ മുരളി. അപ്പം ഞാൻ കട്ടിലിൽ കിടക്കുന്നു, ശശി ചമ്രം പിടിച്ചിരിക്കുന്നു, കഥ കേൾക്കുന്നു. അപ്പോൾ കഥ കേട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്തൊരു നല്ലൊരു ക്യാരക്ടറുണ്ട്. അങ്ങനെ കഥയൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നി. കാരണം ഞാൻ MT വാസുവേട്ടൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയ രഞ്ജിത്ത്, നമുക്ക് ഇത് മോഹൻലാലിനെ വെച്ച് ചെയ്യാം. അപ്പം ശശിക്കും ഒരു വിശ്വാസക്കുറവ് തോന്നി ആ സമയത്ത്. രഞ്ജിത്തിന് പ്രത്യേകിച്ചും, കാരണം അതിനു മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് വിജയ് തമ്പിക്ക് വേണ്ടി ഒരു പടം ചെയ്യാനായിട്ട്. അപ്പം രഞ്ജിത്തിനെ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ സമ്മതിച്ചില്ല, തുറന്ന സത്യങ്ങളാണ്. അങ്ങനെയാണ് പിന്നെ അത് ഇവിടെ വന്നു. മഹാലിംഗപുരത്ത് താമസിക്കുന്ന ശശിയുടെ അടുത്ത് തന്നെ സീമയുടെ ചോറ് തരും. അവിടെ ഇരുന്ന് ആ കഥ പൂർണ്ണമാക്കി. അതാണ് ദേവാസുരം എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ ദേവാസുരം അപ്പം അയ്യരൊക്കെ വന്നിട്ടാണല്ലോ ചടങ്ങൊക്കെ ചെയ്യുന്നത്. മേനോനേട്ടൻ പറഞ്ഞു എനിക്ക് ആരും ചേട്ടാ സീമ ചെയ്താൽ മതി, ഞാനാ പൂജ ചെയ്തത്. ഓ, അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിൽ വെച്ചാണ്. അന്ന് 2 ഫ്ലാറ്റുണ്ട് നമ്മുടെ ഇത് ഇവിടെ മഹാലിംഗപുരത്ത് ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റ്. അവിടെ വെച്ചാണ് MG രാധാകൃഷ്ണൻ, പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഓമനക്കുട്ടി, അരുന്ധതി, MG ശ്രീകുമാർ എല്ലാം അവിടെ ഇരുന്നാണ് അതിൻ്റെ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നു. അപ്പോൾ ഷൂട്ടിങ്ങിന് പോകാനായിട്ടെല്ലാം തയ്യാറായി. ഞാനും മോഹൻലാലും അവിടുന്ന് ട്രെയിനിൽ കയറും. അവിടെ ഇതൊരു ഇതായിട്ട് തോന്നാം, പക്ഷെ അതിലേക്ക് വരാനുള്ളൊരു ഇതായിട്ട് ഞാൻ പറയാണ്. ഞാനും മോഹൻലാലും ട്രെയിനിൽ കയറുന്നു, മലബാർ എക്സ്പ്രസ്. അപ്പോൾ സീറ്റില്ല, സെക്കൻഡ് ക്ലാസ് AC, ഒരു സീറ്റേ കിട്ടു. അപ്പോൾ ഞങ്ങൾ 2 പേരും തല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കിടന്നുറങ്ങി. ഒറ്റപ്പാലത്ത് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ലാൽ കുറച്ച് മുമ്പേ പോകുന്നു, ഞാൻ പുറകെ പോകുന്നു. പിന്നെ 2-3 ഫോട്ടോസ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ലാൽ സാർ ഉറക്കത്തിൽ സംസാരിക്കുമല്ലേ എന്ന്. ആ, അപ്പോൾ ഇത് കണ്ട് ലാൽ അവിടെ നിന്ന് ചോദിച്ചു, എന്താ ചേട്ടാ? അങ്ങനെ ഒന്നുമില്ല. പക്ഷെ സത്യത്തിൽ സംസാരിക്കുന്നത് ഞാനാണ് ഉറക്കത്തിൽ. അപ്പം അവർക്കറിയില്ല അത്. അവർ വിചാരിച്ചത് മോഹൻലാലായിരിക്കും. ഞാൻ ആണെന്നും പറഞ്ഞു കൊടുത്തു. ഞാൻ ഇന്നും സംസാരിക്കും ഉറക്കത്തില്ല, അതുകൊണ്ട് കള്ളന്മാർ വരില്ല, യാതൊരു പ്രശ്നമില്ല, എപ്പോഴും സംസാരിക്കും. അത് ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങാനായിരുന്നു. അപ്പോൾ ശശി പറഞ്ഞ മാതിരി എപ്പോഴും ഒരു വെളിച്ചപ്പാടിൻ്റെ രൂപമാണ് അദ്ദേഹത്തിന്. വന്ന് നമുക്കേ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാട്ടോ. ഞാനപ്പം ചെറുതുരുത്തി PWD മോഹൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത്. അവരൊക്കെ അവിടെ ഇവിടേക്ക് ചെറിയ താമസിക്കുന്ന ഇവരൊക്കെ വീടുകളിലും. ഞാൻ പറഞ്ഞു ആവാം, ചെയ്യാം. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു നടുക്കമുണ്ട്, എങ്ങനെ ചെയ്യും. അപ്പോൾ സച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ മരുവനും പ്രൊഡക്ഷൻ നോക്കുന്ന വന്നിട്ട് പറഞ്ഞു, അത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 രൂപ വേണം. ഞാൻ ശരിയാക്കാം. ഞാൻ ഉടനെ ഡിസ്ക്രിപ്ഷൻ ഞാനാണല്ലോ, ആളുകൾക്ക് കുറച്ചെൻ്റെ വിശ്വാസമുണ്ട്. തിയേറ്ററുകാരെ വിളിച്ചു. വിളിച്ച് പിറ്റേ ദിവസമായപ്പോഴേക്കും കാച്ചു വന്നു. ശശി എന്താണെന്ന് ചെയ്യുന്ന ക്ലൈമാക്സ് ആണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. ദേവാസുരം സിനിമയുടെ ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ സാറേ ഒരു 10-400 ആളുകളുണ്ട് ഈ ശ്രീകൃഷ്ണപുരം അമ്പലത്തിന് ചുറ്റും. അപ്പോ അമ്പലത്തിൻ്റെ ഇതിലാണ്. അപ്പൊ ഈ ആളുകൾ തലേ ദിവസം ഒന്ന് അനൗൺസ് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര ആളുകൾ വരുമോ. എന്തു ചെയ്യാൻ, ഇത്ര ആളുകൾ വന്നിട്ടുണ്ട്. ആകെ പേടി. 2 പോലീസുകാരുണ്ട്. അവര് ഒരു ഭാഗത്ത് ഷൂട്ടിങ് കാണാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ അവിടുത്തെ ഊട്ടുവരയിലിരിക്കുന്നു.
എങ്ങനെ ഷൂട്ട് ചെയ്യും എന്ന്. അപ്പം ഞാനിങ്ങനെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്. ആളുകളൊക്കെ സൈലൻ്റാണ്. ഞാൻ നോക്കുമ്പോണ്ട് അവിടുത്തെ ആൽമരത്തിൻ്റെ മുകളിൽ IV ശശി ഇരുന്ന് ഷൂട്ട് ചെയ്യുക. ഒന്നും അറിയുന്നില്ല. ഉണ്ണി താഴെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി മരത്തിൻ്റെ കൊമ്പത്തിരുന്ന് സുഖമായിട്ട് ഇപ്പോഴും ആ ഉത്സവം മുഴുവൻ ആ സിനിമ കാണുന്നത് മുഴുവൻ അകത്ത് വെച്ചിട്ട് എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതുകൊണ്ട് ഈ കൈ ഞാനിങ്ങ് എടുക്കുക എന്ന് പറയുന്ന സ്ഥലമൊക്കെ അകം തന്നെ സെയിം അവിടെ തന്നെ, ആ അമ്പലത്തിൽ തന്നെ, അതിൻ്റെ ഇത് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. കൈവെട്ടുന്നു ഇതെല്ലാം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു. ആളുകൾ ഞങ്ങൾ പേടിച്ച മാതിരി ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഊട്ടുവരയിലാണ് ഞങ്ങളെല്ലാവരും ഇരുന്നത്. ലാലും കൂളായിട്ട് ഇരിക്കുന്നത്. അപ്പം അതിനിടയിൽ ചൊറിയാനായിട്ട് സവാഷ, ആകാശനും മണിയുമ്പിള്ളയൊക്കെ നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്യും? പ്രശ്നമാണല്ലോ. അപ്പം ഞാൻ ഇത് കേട്ടാൽ എനിക്ക് പേടി വരാതിരിക്കില്ലല്ലോ. ഇത്രയും ആളുണ്ട്, ഇത്രയും മുടക്കി ആന ഒരു ഭാഗത്ത് വെക്കുന്നു, എല്ലാം ബഹളം തന്നെ. ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് പതിവ് പോലെ കുറച്ച് കുപ്പികൾ സംഘടിപ്പിച്ച് വെച്ചിരുന്നു. പതിവ് പോലെ അതായത് അപ്പോ ആ പുള്ളി അത് ഞാൻ പറഞ്ഞു വണ്ടി പറഞ്ഞതിന് 2 ബോട്ടിൽ എടുക്കുക. അപ്പൊ ഈ ആളുകൾ യാതൊന്നുമില്ല, പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. ലാലു വന്നു, നമ്മൾ സുഖമായി ഷൂട്ട് ചെയ്തു. 2 ദിവസം ഷൂട്ട് ചെയ്തു, ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു. അപ്പം പിന്നെ ഇനി അടുത്ത പരിപാടി ബിഗിനിങ്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഓപ്പണിങ് സീനും ഇതൊക്കെ. പുള്ളി പറഞ്ഞ ഒരു 10,000 പിള്ളേരെ കൊണ്ടുവരും കേട്ടോ താലപ്പൊലിക്ക്. ആ പ്രദേശം മൊത്തം തപ്പിയാൽ കിട്ടൂല. 10,000 പെൺപിള്ളേര്, പെൺപിള്ളേർ വേണം. ഞാൻ തപ്പിപ്പിടിച്ച് കുറേ അവിടെയുള്ളൊരു ഏജൻറ്റിനെ വിളിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ സംഘടിപ്പിച്ചു. താലപ്പൊലിയും ബഹളവും ഇതൊക്കെ ആയിട്ട് അത് സുഖമായിട്ട് നിന്നു. അതാണ് അപ്പം അപ്പോഴാണ് എനിക്ക് ആശ്വാസം കുറച്ച് വന്നത്.